നമസ്കാരം. അവിട്ടം നാളുകാർക്ക് പൊതുവായ സ്ഥിതി പറയുമ്പോൾ ചൊവ്വാദശയിലാണ് ജനനം. കുജനാണ് നക്ഷത്രാധിപൻ. ചൊവ്വാദശയെ തുടർന്ന് രാഹു, വ്യാഴം, ശനി, ബുധൻ തുടങ്ങിയ ദശാകാലങ്ങൾ യഥാക്രമം വരികയാണ്. ചൊവ്വാദശയിലുള്ള ജനനം പൂർണ്ണമായിട്ട് നല്ലതാകണമെന്നില്ല. ബാല്യാരിഷ്ടതകൾ കൂടുതലായിട്ട് ഉണ്ടാകാം. ശൈശവകാല അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. ആരോഗ്യപരമായ പ്രയാസങ്ങൾ, ചെറിയ അസ്വസ്ഥതകൾ, മനപ്രയാസം കുടുംബത്തിൽ ഉണ്ടാകുക, ഇതിനൊക്കെ സാധ്യത ഉണ്ട്. തുടർന്ന് വരുന്ന രാഹുദശയും ഗുണകരമല്ല. വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, തൊഴിൽ നേടുന്നതിനുള്ള ശ്രമങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഒരു നല്ല ജോലി ലഭിക്കുന്നത് നീണ്ടുപോകുക, പലതരത്തിലുള്ള പരാജയങ്ങൾ, പ്രതിബന്ധങ്ങൾ ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വ്യക്തമായി നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ച് ജാതക പരിശോധന നടത്തേണ്ടതാണ്. അതിൻ പ്രകാരം പരിഹാരം കാണേണ്ടതാണ്. കുടുംബത്തിൽ കാവുകളോ മറ്റു വെച്ചാരാധനകളോ ഉണ്ടെങ്കിൽ അതിന് ശരിയായ ശ്രദ്ധ കൊടുത്ത് രാശി ചിന്തിച്ച് വേണ്ട പ്രതിവിധികൾ സമയാസമയങ്ങളിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചുവന്ന പവിഴക്കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നത് കൊണ്ട് വളരെ അധികം പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതോടൊപ്പം മഹാശൂലിനി യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. മഹാശൂലിനി കലശം പൂജ ചെയ്ത് ഗൃഹരക്ഷ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ്.